ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റവ കേസരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം 3 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മളൊരു അരക്കപ്പ് റവ എടുത്തിട്ട് അതിനകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ റവ കരിഞ്ഞു പോകും. അപ്പം നമ്മൾ വറുത്തിട്ട് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ ഓഫ് ചെയ്യണം കേട്ടോ. ഈ പരുവം മതി കേട്ടോ, ഒരുപാട് ബ്രൗൺ ആവണ്ട, ആ പരുവാകുമ്പോൾ നമ്മൾ മാറ്റി വെച്ചു. അതിനുശേഷം വേറൊരു പാത്രം എടുത്തിട്ട് നമ്മൾ അരക്കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളം എടുക്കണം കേട്ടോ. റവ നന്നായിട്ട് വേകാനുള്ള വെള്ളം വേണേ. എന്നിട്ട് നമ്മളത് തിളച്ച് വരുമ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അതൊരു കളറിന് വേണ്ടിയിട്ടതാണ്, വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട കേട്ടോ. എന്നിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ റവ കുറച്ച് കുറച്ചായിട്ട് അതിനകത്ത് കട്ട കെട്ടാതെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റി ഈ പരുവാകണം. അപ്പം നമ്മൾ ഏലക്ക പൊടിച്ചത് അതിനകത്ത് ചേർത്തതിന് ശേഷം പിന്നെ നമുക്കിനി പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അപ്പം നമ്മൾ അരക്കപ്പ് റവയ്ക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ടാൽ നോർമൽ മധുരമായിരിക്കും. കുറച്ചുകൂടി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പം ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അപ്പോൾ ആ പഞ്ചസാര മുഴുവൻ അലിഞ്ഞു വന്നപ്പോൾ ഈ പരുവായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, റവ സോഫ്റ്റായി വരുവാണ്. അതിനുശേഷം ബാക്കി പഞ്ചസാരയും കൂടി ഞാൻ അതിനകത്ത് ആഡ് ചെയ്തു. അതുപോലെ നമ്മൾ ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. റവയങ്ങ് സോഫ്റ്റ് ആവും. ആ നെയ്യിൻ്റെയും റവയുടെയും മറ്റേ ഏലക്കായൻ്റെയും മണം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. പിന്നെ നമ്മൾ ഇറക്കാറാകുമ്പോൾ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചിട്ട് ആ നെയ്യൊന്ന് വറ്റി വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ വേറൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് അങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്കിതുപോലെ ഏതെങ്കിലും ഷേപ്പുള്ള പാത്രത്തിലാക്കാം. ഞാനിത് ഇങ്ങനെയാണ് എടുത്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് കുടഞ്ഞിട്ട് അടിപൊളി റവ കേസരി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കാത്തവരാണെങ്കിൽ നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന ടേസ്റ്റ്.